നമസ്കാരം. BJP എക്കാലത്തും എതിർത്തു പോന്നതും നിതീഷ് കുമാർ ബീഹാറിൽ നടത്തിയതുമായ ജാതി സെൻസസ് പ്രകാരം സംസ്ഥാനത്ത് സംവരണം വർദ്ധിപ്പിക്കാനെടുത്ത സർക്കാർ തീരുമാനം പട്ന ഹൈക്കോടതി തടഞ്ഞതോടെ വെട്ടിലായിരിക്കുകയാണ് നിതീഷ് കുമാർ. സംവരണ ക്വാട്ട വിഷയത്തിൽ നിതീഷ് കുമാറിന്റെ മൗനത്തെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് രംഗത്ത് വന്നതോടെ നിതീഷ് കൂടുതൽ പ്രതിരോധത്തിലേക്ക് വീണിരിക്കുകയാണ്. BJPക്കൊപ്പം മുന്നണി പങ്കിടുന്ന നിതീഷിന് കൈച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന നിലയിലാണ്. സർക്കാരുകൾക്കോ കോടതിക്കോ തിരുത്താനാവാത്ത വണ്ണം 9ാം ഷെഡ്യൂളിൽ സംവരണം ഉൾപ്പെടുത്താൻ പ്രധാനമന്ത്രി മോദിയോട് ആവശ്യപ്പെടണമെന്ന നിർദ്ദേശമാണ് തേജസ്വി യാദവ് നിതീഷ് കുമാറിന് മുന്നിൽ വെച്ചത്. BJP സംവരണ വിരുദ്ധമാണെന്നും കോടതി വിധിക്ക് പിന്നിൽ സംവരണം നിർത്താനുള്ള അവരുടെ ശ്രമമാണെന്നും ആരോപിച്ച തേജസ്വി യാദവ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നിശബ്ദതയെ ചോദ്യം ചെയ്തു രംഗത്ത് വന്നു. കോടതികളിൽ ചോദ്യം ചെയ്യാൻ കഴിയാത്ത കേന്ദ്ര സംസ്ഥാന നിയമങ്ങളുടെ പട്ടിക ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ സംവരണം ഉൾപ്പെടുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെടാൻ നിതീഷ് കുമാറിനോട് യാദവ് ആവശ്യപ്പെട്ടു. നിതീഷ് പലതവണ പ്രധാനമന്ത്രിയുടെ കാൽക്കൽ വീണിട്ടുണ്ട്. സംവരണം 9ാം ഷെഡ്യൂളിന്റെ ഭാഗമാക്കാൻ ഒരിക്കൽ കൂടി അത് ചെയ്യാൻ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു യാദവിന്റെ കളിയാക്കൽ. BJP സംവരണ വിരുദ്ധരാണെന്നും മുൻ ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് ആരോപിച്ചു. ഞങ്ങൾക്ക് വേദനയുണ്ട്. സംവരണം തടയാൻ BJP ശ്രമിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ സംശയിച്ചിരുന്നു. BJPക്കാർ സംവരണത്തിന് എതിരാണെന്ന് ഞങ്ങൾ ഇതിനകം തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നു. ഞങ്ങൾ ജാതി അടിസ്ഥാനമാക്കിയുള്ള സർവേ നടത്തിയപ്പോൾ അവർ അതിനെ എതിർത്തു. സർവേ തടയാൻ BJP പൊതു താൽപര്യ ഹർജി നൽകി. എങ്കിലും അവസാനം ഞങ്ങൾ വിജയിച്ചെങ്കിലും മുഖ്യമന്ത്രി എന്തിനാണ് മൗനം പാലിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും തേജസ്വി യാദവ് പ്രതികരിച്ചു. ദളിതർക്കും പിന്നാക്കക്കാർക്കും ഗോത്രവർഗക്കാർക്കുമുള്ള സംവരണം 50-ൽ നിന്ന് 65% ഉയർത്താനുള്ള ബീഹാർ സർക്കാരിന്റെ തീരുമാനം പാട്ന ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. പ്രധാനമന്ത്രിയെ കാണുകയും പരിഹാര മാർഗങ്ങൾ തേടുകയും ചെയ്യുന്ന ഒരു സർവകക്ഷി പ്രതിനിധി സംഘത്തെ നയിക്കണമെന്ന് നിർദ്ദേശിക്കാൻ ഞാൻ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് കത്തെഴുതും എന്ന് പറഞ്ഞ യാദവ് നിയമ പ്രതിവിധിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാർ അവസരത്തിനൊത്ത് ഉയരുന്നതിൽ പരാജയപ്പെട്ടാൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ RJD സുപ്രീം കോടതിയെ സമീപിക്കും എന്നും കൂട്ടിച്ചേർത്തു. SC, ST, OBC, അങ്ങേയറ്റം പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവരുടെ ജനസംഖ്യാ വർധനവാണ് ജാതി സർവേ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിതീഷ് പ്രയോഗിച്ച തുറുപ്പുചീട്ട് തന്നെയാണ് മുന്നണിയെ വഞ്ചിച്ച് BJPക്കൊപ്പം പോയ സാഹചര്യത്തിൽ തേജസ്വി നിതീഷിനെതിരെ പ്രയോഗിക്കുന്നത്. ഈ വർഷം ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജാതി സെൻസസും സംവരണവും പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ ലക്ഷ്യമിട്ടാണ് തേജസ്വി ആയുധത്തിന് മുനകൂർപ്പിക്കുന്നത്. പരിണിതപ്രജ്ഞനായ നിതീഷ് ഇതിനെ എങ്ങനെ നേരിടുമെന്ന് കാത്തിരുന്നു കാണാം.